നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനം ആലപിക്കൽ വലിയ രീതിയിൽ വിവാദമായ സംഭവമാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ വീണ്ടും ഹൈക്കോടതി പ്രതികരിച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യം വളരെ അതിരൂക്ഷമായ വിമർശനമാണ് ഹൈക്കോടതി വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ വിപ്ലവഗാനം പാടിയത് ലാഘവത്തോടെ കാണാനാകില്ലെന്ന് ഹൈക്കോടതി. ഇത്തരമൊരു കാര്യം ഒരിക്കലും അമ്പലപ്പറമ്പിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നും ഹൈക്കോടതി നിരീക്ഷണം. പോലീസ് കേസ് എടുക്കേണ്ടതായിരുന്നു എന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സ്റ്റേജിന് മുന്നിൽ കുപ്പിയും മറ്റും ഉയർത്തിപ്പിടിച്ച് യുവാക്കൾ നൃത്തം വെച്ചു. ഇവരെ വിശ്വാസികളെന്ന് വിളിക്കാനാകുമോ എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചിരിക്കുന്ന സുപ്രധാന ചോദ്യം. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റാകാൻ 19 കേസുള്ള ആളുടെ അപേക്ഷ ബോർഡ് എങ്ങനെ പരിഗണിച്ചുവെന്നാണ് ചോദ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഗാനമേളയ്ക്ക് എത്ര തുക ചെലവഴിച്ചു എന്ന് ചോദിച്ച കോടതി എങ്ങനെയാണ് അത് പിരിച്ചത്, ഇത്രയും തുക എങ്ങനെ പിരിച്ചെടുത്തു എന്ന കാര്യത്തിലും ഒരു വ്യക്തത വേണമെന്നും നിർദ്ദേശിക്കുകയുണ്ടായി. കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിച്ചിട്ടുണ്ട്. ഗാനമേളയുടെ ദൃശ്യങ്ങൾ കോടതി പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേസമയം കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിൽ കഴിഞ്ഞ മാസം 10-നാണ് ഗായകൻ അലോഷിയുടെ ഗാനമേളയിൽ വിപ്ലവ ഗാനങ്ങളായ പുഷ്പനെ അറിയാമോ, 100 പൂക്കളെ എന്നീ പാട്ടുകളടക്കം പാടിയത്. സ്റ്റേജിലെ LED സ്ക്രീനിൽ ഡിവൈഎഫ്ഐയുടെ കൊടിയും CPMന്റെ അടയാളവും പാട്ടിനോടൊപ്പം പ്രദർശിപ്പിച്ചിരുന്നു. കൊല്ലം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഭാഗമായ സംഗീത പരിപാടിക്കിടെയാണ് ഇത്തരത്തിൽ വിപ്ലവ ഗാനങ്ങൾ പാടിയത്. ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് S. വികാസിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഈ സംഭവത്തിന് പിന്നാലെ സ്റ്റേജിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പതാകകൾ പ്രദർശിപ്പിച്ചെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പരിപാടിയുടെ സമ്പൂർണ്ണ വീഡിയോ ദൃശ്യങ്ങൾ ലഭ്യമെങ്കിൽ ഹാജരാക്കുക എന്ന നിർദ്ദേശവും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രനും ജസ്റ്റിസ് S. മുരളീകൃഷ്ണയും അടങ്ങിയ ദേവസ്വം ബെഞ്ചാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ക്ഷേത്രത്തിൽ ആചാര ലംഘനമടക്കം ആരോപിച്ച് അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം സമർപ്പിച്ച ഹർജിയിലായിരുന്നു നടപടി സ്വീകരിച്ചത്. മാർച്ച് 10-ന് അലോഷി എന്ന ഗായകന്റെ സംഗീത പരിപാടിക്കിടെയാണ് വിപ്ലവ ഗാനങ്ങൾ പാടിയതും പശ്ചാത്തലത്തിൽ പതാകകൾ പ്രദർശിപ്പിച്ചതും. അന്നേറെ വിവാദമായ സംഭവമാണിത്. മാത്രമല്ല, നേരത്തെ ഈ ഒരു ഹർജി പരിഗണിക്കവേ പരിപാടിയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടി ഉയർത്തിയിരുന്നു എന്ന് ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. CPM പാർട്ടി കൊടികൾ അടക്കം പശ്ചാത്തലത്തിൽ കാണിച്ചുവെന്നായിരുന്നു ഹർജിക്കാരൻ മറുപടി നൽകിയത്. ഹിന്ദുമത സ്ഥാപനങ്ങൾ ദുരുപയോഗിക്കൽ തടയൽ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പരിശോധിക്കാൻ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾ സാവകാശവും തേടിയിരുന്നു. ക്ഷേത്രത്തിൽ നടത്തിയ ഗാനമേളയിൽ വിപ്ലവ ഗാനം ആലപിച്ചതിലും DYFI കൊടി പ്രദർശിപ്പിച്ചതിലും ഹൈക്കോടതി നേരത്തെയും വിമർശനം ഉന്നയിച്ചതാണ്. ക്ഷേത്രങ്ങളിൽ നടക്കുവാൻ പാടുള്ളതല്ല ഇത്തരം സംഭവങ്ങൾ, ഇനി ആവർത്തിക്കപ്പെടരുത്. വലിയ തുക ചെലവഴിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭക്തരിൽ നിന്നും ശേഖരിക്കുന്ന പണം ദേവനായി ഉപയോഗിക്കാനുള്ളതാണ്, ധൂർത്തടിക്കാനുള്ളതല്ല എന്നതടക്കമുള്ള നിരീക്ഷണവും ഹൈക്കോടതി മുന്നോട്ട് വെച്ചതാണ്. അതേസമയം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഹർജിയിൽ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റിനെ കക്ഷിയാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഉപദേശക സമിതി പ്രസിഡന്റിനെതിരെ 19 ക്രിമിനൽ കേസുകളുണ്ടെന്ന് ഹർജിക്കാരൻ അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഈ നീക്കം നടത്തിയത്. CPM ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇയാൾ എന്നും അറിയിച്ചിട്ടുണ്ട്. കക്ഷി ചേർക്കാൻ സമയം അനുവദിച്ച കോടതി ഹർജി പരിഗണിക്കാൻ നേരത്തെ മാറ്റിവെച്ചിരുന്നു. ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രനും ജസ്റ്റിസ് S. മുരളീകൃഷ്ണയും ഉൾപ്പെട്ട ദേവസ്വം ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളമാണ് ഹർജിക്കാരൻ. നേരത്തെയും ഈ ഒരു വിഷയത്തിൽ ഹൈക്കോടതി ഉന്നയിച്ച വിമർശനങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാണ്. ക്ഷേത്രങ്ങൾ ഇത്തരം സംഭവങ്ങൾക്കുള്ളതല്ല, ഭക്തരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഇത്തരത്തിൽ ചെലവാക്കാനുള്ളതല്ല എന്നതടക്കമുള്ള നിർണായക വിമർശനങ്ങളാണ് ഹൈക്കോടതി നേരത്തെ ഉന്നയിച്ചത്. പണം കൂടുതലുണ്ടെങ്കിൽ അവിടെ വരുന്നവർക്ക് അന്നദാനം നൽകൂ എന്നും കോടതി ചൂണ്ടിക്കാട്ടിയതും ഈ കേസിനോടനുബന്ധിച്ചാണ്. അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡ് മറുപടി നൽകിയിരുന്നു. ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി ഒരാഴ്ചയ്ക്കകം മറുപടി സത്യവാങ്മൂലം നൽകണമെന്ന നിർദ്ദേശവും നേരത്തെ നൽകിയിരുന്നു. ദേവസ്വം കമ്മീഷണറുടെ അനുമതി ഉണ്ടായിരുന്നില്ല എന്നും പ്രോഗ്രാം നോട്ടീസ് നൽകിയിരുന്നില്ലെന്നും ദേവസ്വം ബോർഡും അറിയിച്ചിരുന്നു. സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ടെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിരുന്നു. മാത്രമല്ല, ഈ വിഷയത്തിൽ ഇത്തരത്തിൽ വിപ്ലവഗാനം പാടിയതിൽ വിമർശിച്ച് ദേവസ്വം ബോർഡും രംഗത്ത് വന്നിരുന്നു. കടയ്ക്കലിൽ സംഭവിച്ചത് അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണെന്നും തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ളവർ നേരത്തെ പ്രതികരിച്ചതാണ്. ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തും, റിപ്പോർട്ട് കിട്ടിയാൽ ആർക്കെതിരെയായാലും നടപടി ഉണ്ടാകും എന്നതടക്കമുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയിരുന്നു. ദേവസ്വത്തിന് രാഷ്ട്രീയമില്ല, കോടതിയിലും സർക്കാർ വ്യക്തമായ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്, ആര് തെറ്റ് ചെയ്താലും അംഗീകരിക്കില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. മാത്രമല്ല, ദേവസ്വം ബോർഡ് യോഗം അജണ്ട വെച്ച് ചർച്ച ചെയ്തതാണ് ഈ സംഭവം.
കടയ്ക്കൽ തിരുവാതിരയുടെ 9ാം ഉത്സവ ദിനമായ മാർച്ച് 10 ദേവീക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ ഗായകൻ അലോഷി അവതരിപ്പിച്ച സംഗീത പരിപാടിയിലാണ് ഈ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. പ്രചരണ ഗാനങ്ങൾക്കൊപ്പം സ്റ്റേജിലെ LED വാളിൽ ഡിവൈഎഫ്ഐയുടെ കൊടിയും CPMന്റെ ചിഹ്നവും ഉണ്ടായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള ക്ഷേത്രത്തിലെ ഉത്സവാഘോഷം രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിച്ചുവെന്ന വിമർശനം ഇതേ തുടർന്ന് ശക്തമായി. സമൂഹ മാധ്യമങ്ങളിൽ BJP അനുകൂല പേജുകളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അരങ്ങേറിയത്. വിമർശനവുമായി കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. വ്യാപാരി വ്യവസായി സമിതിയാണ് സംഗീത പരിപാടി വഴിപാടായി സമർപ്പിച്ചത്. പരിപാടി രാഷ്ട്രീയം കലർത്തിയിട്ടില്ലെന്ന് ക്ഷേത്ര ഭാരവാഹികളടക്കം പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. അതേസമയം മറ്റൊരു സംഭവം കൂടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതായത് കടയ്ക്കൽ ക്ഷേത്ര പരിസരത്ത് നടത്താൻ നിശ്ചയിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സ് മുൻപ് മാറ്റേണ്ടി വന്നിരുന്നു. ഈ ഒരു സംഭവം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. മാത്രമല്ല ഹൈക്കോടതി തന്നെ ദേവസ്വം ബോർഡ് ഒരാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണം, ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ പ്രഥമ ദൃഷ്ട്യാ തൃപ്തി ഇല്ലെന്ന് കോടതി വ്യക്തമാക്കി, വലിയ തുക ചെലവാക്കി പരിപാടി സംഘടിപ്പിച്ചു എന്നതടക്കമുള്ള വിമർശനമൊക്കെ കാര്യങ്ങളൊക്കെ ഹൈക്കോടതി നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. ഗാനമേളയുടെ ദൃശ്യങ്ങളടക്കം കോടതി പരിശോധിച്ച് വിലയിരുത്തൽ നടത്തിയിരുന്നു. ക്ഷേത്രോത്സവങ്ങളുടെ പവിത്രതയെ കളങ്കപ്പെടുത്തുന്ന ദേവസ്വം ബോർഡിന്റെ നടപടിയെ രൂക്ഷമായിട്ടാണ് കോടതി വിമർശിച്ചത്. ഭക്തിയുടെ കൂട്ടായ്മ കൂടിയാണ് ഉത്സവങ്ങൾ. സിനിമാ പാട്ട് പാടാനാണോ ക്ഷേത്രോത്സവത്തിൽ ഗാനമേള വയ്ക്കുന്നതെന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. ക്ഷേത്രത്തിലെ ലൈറ്റ്, സ്റ്റേജ്, അലങ്കാരങ്ങളെയും കോടതി വിമർശിക്കുന്ന സാഹചര്യം നേരത്തെ ഉണ്ടായി. ഭക്തരുടെ കയ്യിൽ നിന്ന് ശേഖരിക്കുന്ന പണം ഇത്തരം അലങ്കാരങ്ങൾക്ക് ചെലവാക്കാനുള്ളതല്ല. പണം കൂടുതലുണ്ടെങ്കിൽ അത് അന്നദാനത്തിന് ഉപയോഗിക്കണം എന്നടക്കമുള്ള വിമർശനം, നിരീക്ഷണം ഒക്കെ കോടതി നടത്തിയതാണ്. ദേവിക്കായി ഭക്തർ നൽകുന്ന പണം ദൂർത്തടിച്ച് കളയാനുള്ളതല്ല എന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും അന്വേഷണം നടത്താൻ ചീഫ് വിജിലൻസ് ഓഫീസറോട് ആവശ്യപ്പെട്ടു എന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നു. ക്ഷേത്ര ഉപദേശക സമിതിക്ക് കാണാൻ കാണിക്കൽ നോട്ടീസ് അടക്കം നൽകിയിട്ടുണ്ടായിരുന്നു. പോകാൻ നോട്ടീസ് നൽകിയിരുന്നില്ല എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും ഈ ഒരു സംഭവത്തിൽ, ഇത്രയും വിവാദമായ ഈ സംഭവത്തിൽ വീണ്ടും ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ്. മാത്രമല്ല എന്ത് നടപടി ഇതുവരെ സ്വീകരിച്ചു എന്നതടക്കമുള്ള ചോദ്യവും ഇപ്പോൾ ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുകയാണ്. വീണ്ടും ഇത്തരത്തിലൊരു വിമർശനം, ഇത്തരത്തിൽ ചെയ്തതിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വീണ്ടും ഒരു വിമർശനം ഉണ്ടായിരിക്കുകയാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.